വലിയൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിടുക്കൻ ഗായകൻ. അദ്ദേഹത്തിന്റെ ഗാന ശുശ്രൂഷ അത്രമേൽ പവർഫുള്ളാണ്, അത്രമേൽ ശക്തമാണ്. ആ സഹോദരന്റെ കൂടെയൊക്കെ കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ ചില ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിലൊക്കെ പൊതുവെ ഈ ഗായകർക്കൊക്കെ നല്ല തിരക്ക് പിടിച്ച സമയമല്ലേ. ആ കാലഘട്ടത്തിലാണ് അവർ അത്യാവശ്യം അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്ത് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് നല്ല തിരക്ക് പിടിച്ച ശുശ്രൂഷകനാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴുത്തിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു തടിപ്പ് വന്ന് ഇടയ്ക്കച്ഛൻ എന്നോട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ, എന്താണെന്നറിഞ്ഞുകൂടെ ഒരു തടിപ്പുണ്ട്. പിന്നീട് ആശുപത്രി ചെല്ലുന്നു, പരിശോധനകൾ പലതും നടത്തുന്നു. ആദ്യത്തെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇയാൾക്ക് ഇനി ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകാം. എന്നാൽ പിന്നീട് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രോഗപീഠയിലൂടെ കടന്നു പോകുന്നു. ഇനി അതിന് ചില സീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വേണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ മനുഷ്യൻ ഒരു ഗായകനാണ്, ഒരു കുടുംബനാഥനാണ്, മക്കളുടെ അപ്പനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം മുന്നോട്ട് നയിക്കപ്പെടേണ്ട ഈ മനുഷ്യൻ അത്രമേൽ സഹനത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോലും പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ. വീട്ടിലിരുന്ന് ഞെരുക്കാം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര എങ്ങനെ പോകുന്നു ജീവിതം? സഹോദരന് സങ്കടമില്ലേ? കാരണം ഈ സമയത്ത് ഇഷ്ടംപോലെ ശുശ്രൂഷകൾ, ഇഷ്ടംപോലെ ഗാന ശുശ്രൂഷ, അനേക ഗാനങ്ങളൊക്കെ രചിക്കുകയും സംഗീതം ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷകനാണ്. അപ്പൊ താങ്കൾക്ക് സങ്കടമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നറിയോ, അച്ഛാ ദൈവം അല്പസമയം എന്നെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുക അച്ഛാ. ദൈവം അല്പസമയത്തേക്ക് എന്നെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുവാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസത്തിന്റെ മേഖല മനസ്സിലായോ? അതായത് ചില ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പറയാൻ പറ്റണം, ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. ഈ പരാജയത്തിലൂടെ കടന്നു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ നാണക്കേടിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. ദൈവമേ, ഇത് അങ്ങയുടെ പദ്ധതിയാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിലെ ഏതൊരനുഭവത്തെയും സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ, കർത്താവേ അങ്ങ് എൻ്റെ നല്ല ഇടയനാണ്, കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 23:1 ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ. ഹല്ലേലൂയ.